ഇത് കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഏത്? അല്ല നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ എണ്ണ? അളിയ തിന്നുന്ന അത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടൂല. അതൊരു സത്യമുള്ള കാര്യമാണ്. എന്റെ നോട്ടം നിന്റെ മുഖത്ത്, നിന്റെ വാസമി നെഞ്ചിനകത്ത്. എന്റെ നോട്ടം നിന്റെ മുഖത്ത്, നിന്റെ വാസമി നെഞ്ചിനകത്ത്. ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്ത് തീർക്കുന്നു. ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്ത് തീർക്കുന്നു. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ. പറയുന്നോർ പറയട്ടെ, പ്രണയിച്ചിടാ പ്രണയിച്ചിടാ. മച്ചാമാരെ, നമ്മുടെ പാലക്കാട് നല്ല ചൂട് തവ ബീഫും തുളൂർ പൊറോട്ടയും ജമൈക്കൻ സോഡയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ദേ ഈ കാണുന്ന അത്ലറ്റിക് ബേക്കറി. ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്പെഷ്യൽ മലേഷ്യൻ സ്വീറ്റ് പൊറോട്ടയാണ്. നല്ല ഡേറ്റ്സും പഴവും കാഷ്യും ഒക്കെ ഇട്ടുള്ള ഈ ഐറ്റം നല്ല കിറുങ്ങാമണി സാധനമായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തവ ബീഫും പഴംപൊരി കോംബോയും അടിപൊളിയായിരുന്നു. ലൈറ്റ് ആയിട്ടുള്ള സ്റ്റഫിങ്ങോട് കൂടിയ ഈ തുളൂർ പൊറോട്ടയും അടിപൊളിയായിരുന്നു കേട്ടാ. ഒന്ന് റിഫ്രഷിംഗ് ആവാനാണെങ്കിൽ ഈ കാണുന്ന തണ്ണിമത്തനൊക്കെ ഇട്ടുള്ള മൊഹബത് കാ സർബത്തും ഇവിടുത്തെ സ്പെഷ്യൽ ജമൈക്കൻ സോഡയും ഉണ്ട്. ഇത് ഒരെണ്ണം അടിച്ചാൽ ഉസൈൻ ബോൾട്ട് ഓടണ പോലെ ഓടുമെന്നാണ് നമ്മുടെ നൌഷാദൊക്കെ പറയണത്. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും മൊലവക്കോട് പോകുന്ന വഴി ജൈനിമേട് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടാ. അപ്പൊ ശരി. സ്പെഷ്യൽ തവാ ബീഫാണ്. കേരളത്തിൽ തന്നെ ലൈവായിട്ട് ഹൈദരാബാദ് അല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ പോലെ സ്ഥലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന തവാ ബീഫ് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടാണ് തവാ ബീഫും പഴംപൊരിയും അതുപോലെ തന്നെ പൊറോട്ടയും ഞാൻ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ മലേഷ്യൻ തുളൂർ പൊറോട്ട. തവാ ബീഫിന്റെ ബീഫ് അടിയയും അതുപോലെ തന്നെ ഓനിയനും ഗ്രേവിയും എഗ്ഗും നല്ലതുപോലെ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തതിന് ശേഷം അത് വീശി വെച്ച നമ്മുടെ പൊറോട്ടയിലേക്ക് ഫില്ല് ചെയ്ത് അതിനെ 4ആയി മടക്കി നമ്മുടെ പൊറോട്ടയുടെ കല്ലിലേക്ക് ഇട്ട് അതിനെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മയോണിസ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമറിന് സെർവ് ചെയ്യുന്നത്. അടുത്തത്, ഞാനിപ്പോൾ ഒരു കസ്റ്റമർ വരികയാണെന്ന് വിചാരിച്ചോളി. കസ്റ്റമർ വന്നു, എന്താ മുഖത്ത് ഭയങ്കര ക്ഷീണം കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു സർബത്ത് തരാം. ഞാൻ തന്നാൽ നിങ്ങൾ പുലി പോലെയാവും. അപ്പോൾ അയാളോട് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുന്നത് എന്നെ ഗർജിപ്പിച്ചത് നിങ്ങളുടെ നാരങ്ങ സോഡ കുടിച്ചിട്ടാണെന്ന് പറഞ്ഞു. കസ്റ്റമർ ഹാപ്പിയാണ്. ഞാനൊരു കസ്റ്റമറെ എപ്പോഴും ഒരു അതിഥിയെ പോലെ സ്വീകരിച്ച് അവരെ തൃപ്തിപ്പെട്ട് അവരെപ്പോഴും ഹാപ്പി കസ്റ്റമർ. എനിക്ക് ചിലപ്പോൾ അവർ തരുന്ന കാശിനേക്കാൾ എനിക്ക് നല്ല തൃപ്തിയുണ്ട് ഈ കസ്റ്റമറെ കൊണ്ട്. ഷോപ്പിലേക്ക് വരിക, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ആളോട് റെക്കമെൻഡ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കടയിലേക്ക് വരണ്ട. വിക്ടോറിയ കോളേജിൽ നിന്ന് ഒലവക്കോടിലേക്ക് പോകുന്ന വഴി ജൈനിമേട് CVM പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് അത്ലറ്റിക് ബേക്കറി എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. വരിക, കഴിക്കുക. ഗസലിന്റെ ഈണം കേൾക്കാം പെണ്ണാളിൻ വീട്ടിന്ന്, മെഹബൂബിൻ പാട്ടും പൊന്തും നെടുവീർപ്പോടുള്ളിന്ന്. കായിക്ക ബിരിയാണിയുടെ രുചി എന്തെന്നറിയണ്ടേ, കടൽ മീനിൻ കറിയും വെച്ച് കൈ കാട്ടി വിളിപ്പുണ്ടേ. വരണില്ലേ കൊച്ചി വന്ന ഇവളങ്ങോട്ടുള്ളി കേറും. ഇവ തുമ്പട മുത്താണേ, കഥ ചൊല്ലാൻ പലതാണേ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ മണ്ടുക അലരേ
പൊറോട്ടയും ബീഫോ? വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലേ? സാറേ വീട്ടില് ഡെയിലി ചോറാണല്ലോ. ചോറ് കംപ്ലീറ്റ് കാർബാണ്. ഡെയിലി കാർബ് കഴിച്ച ബോഡിക്ക് ഡാമേജ് ആണ് സാറേ. ഹെൽത്ത് സീനാക്കും. അപ്പൊ പൊറോട്ടയില് കാർബില്ലേ? സാറേ ഒരു പൊറോട്ടയിലാണെങ്കിൽ 15 ഗ്രാം കാർബേ ഉള്ളൂ. ഒരു കപ്പ് ചോറിലാണെങ്കിലോ 45 ഗ്രാം കാർബുണ്ട്. പൊറോട്ട കഴിക്കും. ഞാനൊരു 4 പൊറോട്ട കഴിക്കും സാറേ. ഇവനൊരു 5, ചിലപ്പോ അതിൽ കൂടുതൽ കഴിക്കും സാറേ. 15 എത്ര ഗ്രാം കാർബായിടാ? എത്ര ആയിടാ? 75. സാറേ അതിനോട് ബീഫും കയറ്റും. പൊറോട്ടയും ബീഫോ? അല്ല ചങ്ങായി, നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കൊതിപ്പിക്കാൻ പറ്റുന്നേ? അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരൻ. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് കപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. ഹലോ ഫുഡീസ്, നമ്മുടെ പാലക്കാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിരിയാണി കഴിച്ചാലോ? അതും ആമ്പൂർ ബിരിയാണി. വേറെ എവിടെയുമല്ല, പാലക്കാട് ജെയിൻമേഡ് അത്ലറ്റിക് ബേക്കറിയിലാണ് നമ്മൾ ഇന്നുള്ളത്. 100 രൂപയ്ക്കാണ് ഇവർ ഈ ബിരിയാണി കൊടുക്കുന്നത്. ബിരിയാണിയുടെ കൂടെ മുട്ടയും അത്യാവശ്യം വലുപ്പമുള്ള 2 പീസ് ചിക്കനും സാലഡും പിന്നെ ആമ്പൂർ സ്പെഷ്യൽ എണ്ണക്കത്തിരിക്കയുമാണ് സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയത് കൊണ്ട് തന്നെ ചെമ്പ് പൊട്ടിക്കുന്നത് ഞങ്ങൾക്ക് മിസ്സായില്ല. ബസുമതി റൈസ് ആണ് ഇവരിതിൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും സംഭവം കളറായിരുന്നു. അപ്പോൾ ഇനി ആമ്പൂർ ബിരിയാണി കഴിക്കാൻ ആമ്പൂർ വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജെയിൻമേഡ് അത്ലറ്റിക് ബേക്കറിയിലേക്ക് വിട്ടോളൂ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫുഡി ക്വീൻസ്. താളം തരികിട ദിനിച്ചിന് സരിഗം